ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ മകൻ ആകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ നാം പഠിക്കുമ്പോൾ പാപിയായ ഒരു മനുഷ്യൻ യേശുവിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്താൽ യേശു പോകുന്ന വഴിയെ യേശുവിനെ നോക്കുന്ന ഒരു സംഭവമാണ് 19-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ താൻ ഒരു പാപിയാണ്, തനിക്കറിയാം. എന്നാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് തൻ്റെ ജീവിതത്തിൽ വലിയൊരു കുറവുണ്ട്. എല്ലാ ജനങ്ങളെക്കാട്ടിലും വളരെ പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യനാണ് സഖായി. എന്നാൽ തൻ്റെ ഉള്ളിൽ യേശുവിനെ വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ യേശുവിന്റെ പിന്നാലെ പോകണമെന്നോ ഒന്നും ആഗ്രഹമൊന്നുമില്ല. ഇതാരാണ് യേശു? എങ്ങനെങ്കിലും യേശുവിനെ ഒന്ന് കാണണം. അതിയായ ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഉയരം കുറവായതുകൊണ്ട് സാധാരണ പുരുഷാരത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും യേശുവിനെ കാണാൻ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞിന് നമ്മുടെ ഉയരത്തിൽ കാണുന്ന കാഴ്ചകളൊന്നും കാണുവാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ സക്കായിയുടെ ജീവിതത്തിൽ ഉയരം കുറവായതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ യേശുവിനെ കാണുവാൻ വലിയൊരു മാർഗതടസ്സം തൻ്റെ മുൻപിലുണ്ട്. എന്നാൽ ആ മാർഗതടസ്സത്തെ അവഗണിച്ചുകൊണ്ട് മുന്നിലുണ്ടായിരുന്ന പ്രശ്നത്തെ കാണാതെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹത്തെ വലുതായിട്ട് കണ്ടതുകൊണ്ട് താനൊരു അത്തിമരം കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ, യേശുവിനോട് അധികമായി അടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ പലവിധ മാർഗതടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ അവിടെ നാം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. സക്കായിയുടെ ജീവിതത്തിൽ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെങ്കിൽ മുൻപിൽ തടസ്സമായിരുന്നു. എന്നാൽ അതിനെ വകവയ്ക്കാതെ ഉയരങ്ങളിലേക്ക് നോക്കി. എന്ന് നാം ഉയരങ്ങളിലേക്ക് നോക്കുന്നു, എപ്പോൾ നാം ഉയരങ്ങളിലേക്ക് നോക്കുന്നു, അവിടെ നാം കർത്താവിനെ കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാർഗതടസ്സങ്ങളെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് എത്രത്തോളം കർത്താവിനോട് അടുക്കുവാൻ പറ്റുമോ അത്രത്തോളം കർത്താവിനോട് അടുക്കണം. ഈ 9-ാം വാക്യം ഞാൻ വായിച്ചത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിനെ കാണണമെന്നൊരാഗ്രഹം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ യേശു തന്റെ ഭവനത്തിൽ വന്നു. ആ ഭവനത്തിന് ഒരു വിടുതലായി. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ ജനങ്ങളെ, ബഹുമാന്യ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ ഒരുപാട് മാർഗദർശനങ്ങൾ ഉണ്ടാവും. സമൂഹത്തിൽ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുവാൻ ഒരുപക്ഷെ നിങ്ങളുടെ മുൻപിൽ മാർഗദർശനങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിനെ വകവെക്കാതെ നിങ്ങൾ യേശുവിനെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിന് അതൊരു രക്ഷയായി തീരും. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച വ്യക്തിയുടെ ഭവനത്തിനുള്ളിൽ യേശു വന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ, നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ ഈ യേശു വരും. അതൊരു രക്ഷയായി മാറും.